ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിക്കി ഡേർക്കോസിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. ഡെലിവറിക്ക് ശേഷം എനിക്കുണ്ടായത് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ആ ഒരു ഇഷ്യൂ കൊണ്ട് എൻ്റെ ഹെയർ ലോസും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഡെലിവറിക്ക് മുമ്പേ അത്യാവശ്യം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയറൊക്കെ നല്ല തിക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു 2 മാസം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. 2 മാസത്തിന് ശേഷം നല്ലപോലെ ഹെയർ ലോസ് വന്നു തുടങ്ങി. ഡെർക്കോസിൻ്റെ ഈ ഒരു ഷാംപൂ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് തന്നെ വളരെയധികം എഫക്റ്റീവാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ പോസ്റ്റ്പാർട്ടം പീരീഡിൽ സ്കാൽപ്പിനുണ്ടാവുന്ന ഇച്ചിങ്ങും അതുപോലെ ഹെയർ ലോസ് വഴി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനൊക്കെ ഏറ്റവും ഉത്തമ പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹെയർ ലോസിൻ്റെ പ്രോബ്ലം ഭയങ്കരമായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് സൂചിപ്പിച്ചായിരുന്നു. ആൾ തന്നെയാണ് ഇതിനുള്ളൊരു സൊല്യൂഷനും കണ്ടെത്തിയത്. ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഇത് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡും ആണ്, മാത്രമല്ല പാരബൻ ഫ്രീയും ആണ്. സോ മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ. ആൻഡ് ഇതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഡ്രൈ ഹെയറിന് ഒരു ഓപ്ഷൻ ഉണ്ട്, നോർമൽ ടു ഓയിലി ഹെയറിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രൈ ഹെയറിന് ഒരു ക്രീമി ഫോമുലയായിരിക്കും, എന്നാൽ നോർമൽ ടു ഓയിലി ഹെയറിന് ഒരു ജെൽ ഫോമുലയായിരിക്കും. ഇത് ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഒരു ക്രീമി ഫോമുലയാണ്. ആൻഡ് ഇതൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ടു കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടർ. ബിക്കോസ് ആഫ്റ്റർ ഡെലിവറി നിങ്ങൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ എന്തും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ടാറ്റാ.